ഹായ് ഫ്രണ്ട്സ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പ്രിയങ്കരമായ പല സ്റ്റോക്കുകളും നമ്മുടെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഒരു വാല്യുവേഷൻ പാരാമീറ്റേഴ്സും ഒന്നും അത് അനുസരിച്ച് കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഷോർട്ട് ടേം ടൈം ഫ്രെയിമിൽ ചില സ്റ്റോക്കുകൾ ഭയങ്കരമായ നേട്ടങ്ങൾ നൽകുന്നത് കാണാം. ഇപ്പോൾ ഇന്ന് ഇൻട്രാഡേയിൽ 10% ഹൈ ക്രിയേറ്റ് ചെയ്യുകയും 5% അപ്സൈഡ് മൂവിൽ ക്ലോസ് ചെയ്യുകയും ചെയ്ത ആ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സ്റ്റോക്കിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യമേ നോക്കാം. ഈ സ്റ്റോക്ക് കഴിഞ്ഞ 5 വർഷം നൽകിയ റിട്ടേൺ 527% ആണ്. നമുക്കറിയാം നിഫ്റ്റിയുടെ റിട്ടേൺ 5 വർഷം 100% അടുത്ത് മാത്രമാണ്. അപ്പോൾ 1 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റേത് 81% റിട്ടേൺ ആണ്. 6 മന്ത്സിൻ്റെ റിട്ടേൺ 58% ആണ്. കഴിഞ്ഞ 5 ദിവസത്തെ ട്രേഡിംഗ് സെഷനിലെ റിട്ടേൺ 26%. ഇന്നത്തെ ദിവസത്തെ അതിൻ്റെ റിട്ടേൺ 5%. അപ്പോൾ ഏത് ടൈം ഫ്രെയിമിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിനും തകർപ്പൻ റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് ഇതെന്ന് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകും. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് CAGR നോക്കിക്കഴിഞ്ഞാൽ 42% ആവറേജ് ഇയർലി ഗ്രോത്താണ് നമ്മൾ കാണുന്നത്. മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഈ സ്റ്റോക്കിൻ്റെ കാര്യം ഇതിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. 0.25% മാത്രമാണ് അതിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ഏകദേശം 991 കോടി രൂപയുടെ കടമാണ് ഈ സ്റ്റോക്കിലുള്ളത്. എന്നാൽ ഈ കമ്പനിയുടെ ക്യാഷ് റിസർവ് 3812 എന്നാണെന്ന് കാണാം. അപ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ സേഫ് ആയിട്ടുള്ള ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. ഈ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 15% കാണാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് നോക്കുകയാണെങ്കിൽ ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയർ ഓൺ ഇയർ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 52% ഒരു പ്രോഫിറ്റ് ജമ്പും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ 10 വർഷത്തെ ഈ കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിലെവിടെയും ഈ കമ്പനി ഒരു ലോസ് വരുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു ലോസ് മേക്കിംഗ് കമ്പനിയല്ല. അതുപോലെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 7% മുകളിലും അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 5% മുകളിലുമാണെന്ന് കാണാം. അപ്പോൾ ഏകദേശം മൊത്തത്തിൽ 10% കൂടുതൽ ഏകദേശം 12% ഈ ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സ്റ്റേക്ക് ഇതിലുണ്ട് എന്നുള്ളതും ഈ സ്റ്റോക്കിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 17,932 കോടിയുള്ള ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. കൂടാതെ ഇതൊരു PSU കമ്പനിയല്ല, ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇനി നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഒരു നെഗറ്റീവായ ചില കാര്യങ്ങൾ നോക്കാം, അല്ലെങ്കിൽ ഈ കമ്പനിയിലുള്ള ഒരു റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ സ്റ്റോക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ 47% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് എന്ന് കാണാം. നമ്മെപ്പോലെയുള്ള പബ്ലിക് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഇതിലുള്ളത്. എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് ഈ സ്റ്റോക്കിൽ വന്നാൽ തീർച്ചയായും ഒരു പാനിക് സെല്ലിങ് ഈ സ്റ്റോക്കിൽ തീർച്ചയായും ഉണ്ടാവും. അത് ഈ സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഡിപ്പൊക്കെ ഈ സ്റ്റോക്കിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഈ സ്റ്റോക്കിൻ്റെ ഒരു വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ PE റേഷ്യോ ഇപ്പോൾ 51 ആണ് എന്ന് കാണാം. ഇൻഡസ്ട്രി PE വെറും 36% മാത്രമാണ്. അപ്പോൾ നല്ലൊരു ഹൈ വാല്യുവേഷനാണ് ഈ സ്റ്റോക്കിന് ഇൻവെസ്റ്റേഴ്സ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്പെൻസീവ് ആയിട്ട് സ്റ്റോക്ക് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അത് 3 മുകളിലാണ്, 4.28 എന്നാണെന്ന് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടർ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണുന്നത് ഈ സ്റ്റോക്കിലെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 37% മാത്രമേ ഉള്ളൂ. ആ 37%-ൽ 44% ഷെയറുകളും ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 37% ഷെയർ ഉണ്ടെങ്കിലും അതിൻ്റെ പകുതിയോളം ഷെയർ അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ഒരു ആവറേജ് സെയിൽസ് ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ -1%ൻ്റെ ഒരു ഡീഗ്രോത്ത് മാത്രമാണ് നമുക്ക് കാണുന്നത്. അത് കമ്പനി വളരുന്നില്ല, റവന്യൂവിൽ വളർച്ച കാണുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തെ CAGR സെയിൽസ് നോക്കുകയാണെങ്കിൽ അത് -1% ആണ്. പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് വളരുന്നില്ല എന്ന് കാണാൻ കഴിയും. വെറും 8% വളർച്ച മാത്രമാണ് പ്രോഫിറ്റിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഫണ്ടമെൻ്റൽ ഇഷ്യൂസും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫണ്ടമെൻ്റൽ ഇഷ്യൂസൊക്കെ ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടും ഈ സ്റ്റോക്കിൻ്റെ ആവറേജ് വോളിയം നോക്കുക. കഴിഞ്ഞ 1 വർഷത്തിൻ്റെ ആവറേജ് വോളിയം 2,27,00,000 മുകളിലാണെന്ന് കാണാം. കഴിഞ്ഞ 1 മാസത്തെ വോളിയം നോക്കുകയാണെങ്കിൽ അത് 3,52,00,000 കാണാം. ഇന്നത്തെ ദിവസം അതിൻ്റെ വോളിയം നോക്കുകയാണെങ്കിൽ 11,10,00,000 മേലെയാണെന്ന് കാണാം. വോളിയത്തിലുള്ള ഒരു മാസീവ് വളർച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ധാരാളമായിട്ട് ഈ സ്റ്റോക്കിൽ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളിവിടെ പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് HFCL ആണ്. ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇത് ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള ഒരു മാർക്കറ്റ് ലീഡിംഗ് സ്റ്റോക്കാണ്.
ഇവർ പ്രധാനമായിട്ടും മാനുഫാക്ചറിങ് ചെയ്യുന്നത് ടെലികോം ഹൈ എൻഡ് എക്യുപ്മെൻസും കൂടാതെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസും പ്രൊഡ്യൂസ് ചെയ്യുകയും അത് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ കമ്പനിയാണ് HFCL. ഇവർ സെർവ് ചെയ്യുന്ന സെക്ടേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഈ കമ്പനി ടെലികോം സെക്ടറിൽ മാത്രമല്ല ഡിഫൻസ് സെക്ടറിലും റെയിൽവേസിലും മറ്റ് യൂട്ടിലിറ്റീസ് ആൻഡ് സെക്യൂരിറ്റി സർവേലിയൻസിലുമൊക്കെ അവരുടെ ഈ പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. ഇത് പ്രൈവറ്റ് സെക്ടറിൽ മാത്രമല്ല ഗവൺമെൻറ് സെക്ടറിലും ഇവരുടെ പ്രൊഡക്റ്റുകൾ ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ ക്ലയൻസിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജിയോ, എയർടെൽ, വോഡഫോൺ, LNT, സിഫി, SCI, BSNL, ഗ്ലോബ്, ലിക്വിഡ് തുടങ്ങി ധാരാളം പ്രൈവറ്റ് പബ്ലിക് കമ്പനികൾ നമുക്കിതിൽ കാണാൻ കഴിയും. ഈ കമ്പനിക്ക് 5ഓളം മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ത്രൂ ഔട്ട് ഇന്ത്യയിലുണ്ട്. തെലങ്കാന, തമിഴ്നാട്, ഗോവയിലൊക്കെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉണ്ട്. ഇത് ഹരിയാന ബേസ്ഡ് ആയിട്ടുള്ള ഗുരുഗ്രാം എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. 30ഓളം രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഇവരുടെ പ്രൊഡക്റ്റുകൾ ഈ അടുത്ത കാലത്ത് യൂറോപ്പിൽ അവരുടെ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പോളണ്ടിൽ. അപ്പോൾ ആ ഒരു യൂറോപ്യൻ മാർക്കറ്റിലുള്ള ഇവരുടെ ഒരു ആധിപത്യം ശക്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ UK, ജർമ്മനി, ബെൽജിയം, ഫ്രാൻസ്, പോളണ്ട് പോലെയുള്ള രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന ഒരു ബിസിനസ്സാണ് ഇവർക്ക് ഉള്ളതെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് ഈ സ്റ്റോക്കിലുണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ കാരണം ഇൻട്രാഡേ ഹൈ 10% രാവിലെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കമ്പനിയുമായിട്ട് വന്നിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. ആ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഈ യൂറോപ്യൻ കൺട്രിയിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികളിൽ HFCLനെ അവർ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ സ്റ്റോക്കിലുള്ള വമ്പിച്ച ഒരു മുന്നേറ്റത്തിനുള്ള കാരണം. അപ്പോൾ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം അത് ആ രാജ്യത്തെ ഓൾറെഡി പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ ഇവർ വില കുറച്ചിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ നാട്ടിലുള്ള ആ പ്രൊഡക്റ്റിന് അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അത്തരം നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് വില കുറച്ചുകൊണ്ടാണോ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നൊരു പരിശോധനയിലൂടെ അത്തരം കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്പനിക്ക് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ഏർപ്പെടുത്തുക എന്ന ഒരു രീതി എല്ലാ രാജ്യങ്ങളും പിന്തുടരുന്നതാണ്. അപ്പോൾ യൂറോപ്യൻ കമ്മീഷൻ ഈ ഒരു ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ഒരേ ഒരു ഇന്ത്യൻ കമ്പനിയെ HFCLനെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് മറ്റ് കമ്പനികൾക്ക് ഇപ്പോഴും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതൊരു വലിയ ഒരു മൈൽ സ്റ്റോൺ നേട്ടമാണ് ഈ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സ്റ്റോക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കമ്പനിയുടെ ഒരു ചാർട്ട് പാറ്റേൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാലമായി ഇതൊരു റേഞ്ചിൽ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ 2024 ഇതിൻ്റെ ഒരു ബ്രേക്കൗട്ട് നടന്നതിന് ശേഷം അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു വോളിയം നോക്കുക, അത് മറ്റ് വോളിയത്തേക്കാൾ വളരെ ഹൈ ആയിട്ടുള്ള ഒരു അക്യുമുലേഷൻ ഈ സ്റ്റോക്കിൽ നടക്കുന്നതിൻ്റെ ഒരു തെളിവായിരുന്നു. എന്നാൽ അത് ഒരു റെസിസ്റ്റൻസ് ലെവൽ, പ്രീവിയസ് റെസിസ്റ്റൻസ് ലെവലായ 118 എന്നുള്ള റേഞ്ച് ടച്ച് ചെയ്തതിന് ശേഷം അവിടെ ഒരു സെൽ ഓഫ് നടന്നതായിട്ടും പിന്നീടും സ്റ്റോക്ക് മെല്ലെ അപ് ട്രെൻഡിലേക്ക് വരികയും പിന്നെയും സെൽ ഓഫ് നടക്കുകയും പിന്നീട് ഇപ്പോൾ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അതിശക്തമായിട്ട് ഈ സ്റ്റോക്ക് മുന്നോട്ട് പോവുകയും അങ്ങനെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ അത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകിയതെന്ന് നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായും ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ശേഷമുള്ള ഈ ഒരു ബ്രേക്ക്ഔട്ട് ശേഷമുള്ള ശക്തമായ ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ ഉണ്ടാകാം. എന്നാൽ ചെറിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഈ സ്റ്റോക്കിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ലെവലിൽ ഇങ്ങനെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഈ സ്റ്റോക്കിൽ ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു റീടെസ്റ്റിംഗ് ചിലപ്പോൾ ഉണ്ടായേക്കാം. എങ്കിലും ഇതൊരു ശക്തമായൊരു ബ്രേക്ക്ഔട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഈ സ്റ്റോക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.